ഹലോ പ്രിൻസ് ആണ് ട്രാവൽ വിത്ത് സം. ഞാനിപ്പോൾ ഇത് കൂർഗിലെ മിസ്റ്റ്യൂട്ട്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കക്കാബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. വിരാശിപ്പായിട്ട് ഏകദേശം 30 കിലോമീറ്റർ ആണ് ഈ ഒരു റിസോർട്ടിലേക്കുള്ള ദൂരം. 3 കാറ്റഗറിയിലായിട്ട് 21 റൂംസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫോറസ്റ്റ് ആംബിയൻസിൽ സ്വിമ്മിംഗ് പൂള് അതേപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ റിസോർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. മിസ്റ്റ്യൂഡ് റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടത്. ഈ ഒരു ബ്ലോക്കിലാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡിസൈനിങ്. പക്ക ഒരു പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഒരു പ്ലാന്റേഷനകത്ത് ഇവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 3 കാറ്റഗറി റൂമാണുള്ളത്. നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ദ മാൻഷൻ ഹൗസ് എന്ന് പറയുന്ന കാറ്റഗറി റൂം ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ മാൻഷൻ ഹൗസ് എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഒരു ഫാമിലി 4-5 പേരൊക്കെയുള്ള ഒരു ഫാമിലി വരുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. 2 കിങ് സൈസ് ബെഡാണ് ഈ ഒരു റൂമിനകത്തുള്ളത്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സ്പേസും ഉണ്ട്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ദെൻ ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ടൈപ്പ് റൂംസ് ആണ്. വെർണാക്കുലർ സ്റ്റൈൽ കോട്ടേജ് എന്നാണ് ഇവർ ഇതിന് പേരിട്ടിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വെർണാക്കുലർ സ്റ്റൈൽ കോട്ടേജ്. നമ്മൾ ഈ ഒരു കോട്ടേജിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണുള്ളത്. ദെൻ നമ്മൾ റൂമിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബെഡ്റൂം സ്പേസിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. അതേപോലെ തന്നെ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ദെൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണിത്. ഇതിന് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി, അതായത് പ്രീമിയം കാറ്റഗറി എന്ന് പറയുന്നത് ഫെയറി ടെയിൽ കോട്ടേജ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതാണ് ഇവിടുത്തെ ഫെയറി ടെയിൽ കോട്ടേജ് എന്ന് പറയുന്ന കാറ്റഗറി റൂം. ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം കാറ്റഗറി റൂമാണ്. ഒരു എ ഫ്രെയിം പോലെ ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. നമ്മൾ റൂമിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2 റൂമിനേക്കാളും കുറച്ചും കൂടി ലക്ഷറീസ് ആയിട്ടുള്ള രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. ഓവറോൾ നമ്മൾ ഈ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലക്ഷറീസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ മേലേക്ക് നമുക്ക് കയറാനായിട്ട് ചെറിയൊരു സ്റ്റെപ്സ് ഉണ്ട്. അപ്പം നമ്മൾ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെഡ് സ്പേസും അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് വ്യൂ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ചെറിയൊരു വിൻഡോയും ആണ് മേലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഏത് എൻക്വയറി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോന്ന്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇവർ സ്വിമ്മിംഗ് പൂൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. റെസ്റ്റോറൻറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. നമ്മുടെ പഴയ ഒരു ഹെറിറ്റേജ് സ്റ്റൈലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇവിടെ ഒരു ഇൻഡോർ ഗെയിം സെൻറ്റർ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിം സെൻറ്റർ. ചെസ്, ക്യാരം ബോർഡ്, ടേബിൾ ടെന്നീസ് തുടങ്ങിയ ഗെയിംസ് ഒക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻഡോർ ഗെയിം സോണിൽ. ദെൻ നമുക്ക് ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീസോ അതേപോലെ തന്നെ ചെറിയ സ്വിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഏറ്റവും ഹാപ്പനിങ് ഏരിയ ആയിട്ട് മാറാൻ പോകുന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റിനോവേഷനും അതേപോലെ തന്നെ ഇവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്ത് നിന്ന്, അതായത് നമ്മുടെ കോട്ടേജസിൻ്റെ ആയിരുന്നു ഏകദേശം ഒരു 500 മീറ്റേഴ്സ് മാറിയിട്ട് ഒരു സ്പോട്ടിലാണ് ഇവിടുത്തെ അഡ്വഞ്ചർ ഗെയിം സോൺ ആയിട്ട് ഇവർ സെറ്റ് ചെയ്യണത്. ഇതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ ഗെയിം സോൺ. ഈ ഒരു അഡ്വഞ്ചർ ഗെയിം സോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈറോപ്പ് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ സിപ്പ് ലൈന്, A-to-B ട്രാക്ക്, അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ പോണ്ടുണ്ട്. ആ ഒരു പോണ്ടിൽ ഫിഷിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ വിതിൻ ഒരു 1 മന്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ഫുൾ സ്വിങ് ആയിട്ട് ഇവർ ഓപ്പൺ ചെയ്യും. കംപ്ലീറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട്, ഇവർ വെൽക്കം ചെയ്യാനായിട്ട് ഇവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ബുക്കിങ്ങിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റിൽ, അടിപൊളി റേറ്റിൽ നമ്മൾ മിസ്റ്റ്യൂട്ട്സ് റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ പുതിയ റിസോർട്ട്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.